തൃശ്ശൂർ പൂരം കാണാൻ വന്നിറങ്ങുമ്പോ ഇതുപോലെ വിശപ്പിന്റെ വിളി വന്നാല് എന്ത് ചെയ്യും അല്ലേ? നല്ല ഒന്നാന്തരം വെജിറ്റേറിയൻ ഹോട്ടലുകളും നോൺ വെജ് ഹോട്ടലുകളും ഒരുപാടുള്ള സ്ഥലമാണ് തൃശ്ശൂര്. പക്ഷെ ഏറ്റവും എളുപ്പത്തില് ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒന്ന് രണ്ടിടത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോട്ടെ. പോവാ. തൃശ്ശൂർ പൂരം കൂടാൻ വന്നാല് ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി അധികം തപ്പി തടയേണ്ട കാര്യമില്ല. തൃശ്ശൂർക്കാരുടെ ഓൾ ടൈം ഫേവറേറ്റ് ശ്രീ രാധാകൃഷ്ണൻ. കണ്ടതുപോലെ തന്നെ രാവിലെ തന്നെ ഈ കടയിൽ നല്ല തിരക്കാണ്. രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഇടമാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ അടുക്കള തന്നെയല്ലേ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഈ കടയുടെ നടത്തിപ്പുകാരനായ മധു നാരായണൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം ഈ കടയെ കുറിച്ച് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. 1943 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്വദേശം പറഞ്ഞാൽ എറണാകുളത്ത് പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുന്ന് ബിസിനസ്സിനായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം മസാല ദോശയാണ്. ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ട് പറയും. മസാല ദോശയുടെ ദോശ, റോസ്റ്റ്, ഊത്തപ്പം, അങ്ങനെയുള്ള ഉഴുന്നുവട, ഉപ്പുമാവ്. മറ്റൊരു ഫേവറേറ്റ് ഐറ്റമാണ് ഉപ്പുമാവ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. പൂരി മസാല, ചപ്പാത്തി, ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി, സ്നാക്സ്, ഈ വക എല്ലാ ഐറ്റവും നമുക്ക് കൊടുക്കും. അതെ അതെ അതെ. മെനുവിൽ മാറ്റമില്ലാത്തത് കാരണം ഈ ഐറ്റംസ് ഒക്കെ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ കിട്ടിക്കൊണ്ടിരിക്കും. മിക്കവാറും ഇവിടെ വന്ന് കഴിക്കാറുള്ളത് തൃപ്തിയാവുക. പെട്ട ഭക്ഷണം മസാല ദോശ തന്നെ കഴിക്കാറ്. നമ്മുടെ വിജയത്തിന്റെ മെയിൻ കാരണം വടക്കുന്നാഥന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഈ പാരമ്പര്യം തുടർന്നു പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. തൃശ്ശൂരിലെ തന്നെ ഏറ്റവും തിരക്കുള്ള കടകളിലൊന്നായ ഹോട്ടൽ ഭാരതിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമയം ഏകദേശം ഉച്ചയോടെ എടുത്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ കിച്ചണിൽ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുങ്ങുന്നതെന്ന്. നിറയെ ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. നല്ല വൃത്തിയിലാണ് കിച്ചണൊക്കെ സൂക്ഷിക്കുന്നത്. നമുക്ക് ക്യാപ്പൊക്കെ വെച്ചിട്ട് കയറാം. മെയിൻ കിച്ചൺ വരുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മുടെ മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്യുക. ഇപ്പൊ ലഞ്ച് ടൈം ആണ്, അതിന്റെ തിരക്കാണ്. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12:30 തൊട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ആവും. സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് നമ്മൾ വരുത്തുന്നില്ലല്ലേ? ഫുഡ് ആൻഡ് ഹൈജീൻ ഓഫീസറായിട്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ കിച്ചന്റെ നമ്മൾ വെജിറ്റബിൾസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബിലോ -80°C നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണത്. പിന്നെ ഇവിടെ സ്റ്റാഫുകളുടെ കാര്യങ്ങളാണെങ്കിൽ ഫുൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ആയിരത്തി 1964 തുടങ്ങിയത്. ഞങ്ങൾ ഒരിക്കലും ഒരു ഷെഫിനെ അല്ലെങ്കിൽ ഒരു കുക്കിനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കില്ല. ഞങ്ങൾക്കിപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു കുക്ക് അയാള് എങ്ങനെ ഉണ്ടാക്കിയിരുന്നോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് പോളത്. പൂരത്തിന് അന്ന് ഇപ്പോഴാണ് ഇല്ലാത്തത്. പണ്ട് കാലത്ത് ഭയങ്കര തിരക്കാണ്. ആൾക്കാരെ അകത്തേക്ക് കയറ്റാണ്ട് വാതില് അടച്ചിടും.
ഗുരുവായൂർ പോയി വരുമ്പോഴെല്ലാം ഇവിടെ വന്നിട്ട് പോകുള്ളൂ. പാലക്കാട് ഈ ഹോട്ടലിൽ വേണ്ടി ഇവിടേക്ക് വരികയാണ്, ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടേക്ക് തന്നെ വരികയാണ്. അപ്പൊ അതെ, നല്ല അടിപൊളി ഭക്ഷണവും അത് കിട്ടുന്ന സ്ഥലവും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് ഇവിടെ വേറെ ഹോട്ടൽസ്, പത്തൻസും. പിന്നെ ഇനി നിങ്ങൾക്ക് നോൺ വെജ് ആണ് വേണ്ടതെങ്കിൽ സഫേറും അക്ഷയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ, ഇങ്ങോട്ട് വരിക, ഭക്ഷണം കഴിക്കുക, പൂരവും മേളവും ഒക്കെ കാണുക, സന്തോഷമായിട്ട് തിരിച്ചു പോവുക.